അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഞാനൊരു സിനിമ സെറ്റിൽ നിൽക്കുകയാണ്. ഇപ്പൊ എന്നോടൊരു കാര്യം പബ്ലിക് ആയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അപ്പം ഈ ഒരു മാസത്തേക്ക് പുറത്തൊന്നും ഇറങ്ങലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വീട്ടിൽ നിന്ന് കാണാം. നിന്റെ ഈ സ്വഭാവം ആൾക്കാരെ അടിച്ച് കൊല്ലും. തല്ല് മേടിക്കുവേ, മര്യാദയ്ക്ക് പൊയ്ക്കോ, മിണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അത് അവിടെ കഴിയും. അതവിടെ കഴിയും എന്റെ അനുഭവം. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. ഞാൻ ഇന്റർവ്യൂ കൊടുക്കുന്നത് മോണ്ടി തേഴ്സ്ഡേയുടെ അന്നാണ്. അപ്പൊ അന്ന് വിൻസിയുടെ ഇന്റർവ്യൂ തലേന്ന് അല്ല, ഞാൻ അന്ന് രാവിലെ കാണുന്നത്. വേണ്ടാത്ത പണിക്കൊക്കെ പോയി ചീത്തപ്പേരുണ്ടാക്കല്ലേ. ഞാൻ ഇന്റർവ്യൂവിന് പോകുമ്പോൾ കണ്ടു. അപ്പോൾ ആ കുട്ടി ഇങ്ങനെയാണ് പറയുന്നത്, എനിക്കൊരു നടനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായി. നല്ലോണം കിട്ടിയല്ലേ? ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാ. അയാള് പിന്നെ ഞാനിങ്ങനെ വേഷം മാറട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇയാള് കൂടെ വരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിപ്പോയി. ഞാൻ എന്ത് പറയാനാ, എല്ലാം സംഭവിച്ചു പോയില്ലേ. അപ്പൊ ഞാൻ അതിന്റെ മനസ്സിലുണ്ടായിരുന്നു. നമ്മുടെ വിൻസിയെ പോലെ ഇത്രയും മിടുക്കിയായിട്ടുള്ള സ്റ്റേറ്റ് അവാർഡൊക്കെ ഒരു വാങ്ങിച്ച പെൺകുട്ടി സിനിമ പോലെ മേഖലയിൽ പബ്ലിക്കായിട്ട് പറഞ്ഞു എന്ന് വിൻസി എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ പബ്ലിക്കായിട്ട് ചോദിച്ചാൽ അപ്പൊ തന്നെ പ്രതികരിക്കണം പബ്ലിക്കായിട്ട്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? സിനിമയിൽ അങ്ങനെ ആവുമ്പോൾ തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ കൂടെ ആൾക്കാർ നിൽക്കുള്ളൂ. പിന്നെ IC-യിൽ പോവാം, തീർച്ചയായിട്ടും IC പോകണം. അത് കഴിഞ്ഞാൽ എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. കേസ് കൊടുക്കാം. പക്ഷെ ആ സമയത്ത് പ്രതികരിച്ചാൽ പിന്നെ അത് അവിടെ കഴിയും. അല്ലാതെ ഈ കുട്ടി അത് മനസ്സിലൊരു ഭാരമായിട്ടോ വിഷമമായിട്ടോ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. പെമ്പിള്ളേർ എന്തിനാ പേടിക്കുന്നേ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പല കാര്യങ്ങൾ നമുക്ക് നേരെ വരും. നമ്മളത് പലതരത്തിൽ ഒഴിഞ്ഞൊഴിഞ്ഞു പോയി നമ്മൾ നമ്മുടെ കാര്യം ചെയ്യണം, നമ്മൾ ജീവിക്കണം, നമ്മൾ ഭയക്കാതെ ജീവിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഇത്രയും വലിയൊരു വിവാദമാവുന്നു. ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇപ്പൊ ഈ വിവാദങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, മലപർവ്വതി പറയുന്നത് പോടാ എന്ന് പറഞ്ഞങ്ങ് ഒഴിവാക്കി വിട്ടാൽ പോരെ എന്ന്.